ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പ്രകാശപൂരിതമായ ഒരു സുപ്രഭാതം ഏവർക്കും ആശംസിക്കുന്നു. മാർട്ടിൻ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു. മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു സന്ധ്യയിൽ മാർട്ടിൻ തൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുകയാണ്. പെയ്തിറങ്ങുന്ന മഞ്ഞിൻ്റെ തണുപ്പിൽ ഒരു വയോധികനായ മനുഷ്യൻ തെരുക്കോണിൽ അഴുക്ക് ചാലിനരികിൽ കിടക്കുന്നതായി മാർട്ടിൻ കണ്ടു. പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മഞ്ഞിൻ്റെ തണുപ്പകറ്റാൻ ഒരു പുതപ്പ് അയാൾക്ക് അപ്പോൾ ആവശ്യമായിരുന്നു. ഉടൻ തൻ്റെ പട്ടാളക്കുപ്പായത്തിൻ്റെ പുറത്ത് പുതച്ചിരുന്ന പുതപ്പ് താൻ അഴിച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്ന മൂർച്ചയേറിയ കത്തിയെടുത്ത് ആ പുതപ്പ് രണ്ടായി നെടുകെ മുറിച്ചു. അതിൻ്റെ ഒരു ഭാഗം വയോധികനായ ആ മനുഷ്യനെ പുതപ്പിച്ചു, മറുഭാഗം താൻ സ്വയം പുതച്ച് യാത്ര തുടർന്നു. തൻ്റെ വാസസ്ഥലത്ത് എത്തി ഉറങ്ങുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ കതകിൽ ആരോ മുട്ടുന്നതായി തോന്നി. വേഗം ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ താൻ പകുതി പുതപ്പ് പുതപ്പിച്ചു പോന്ന ആ വയോധികനായ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മുഖം പ്രകാശപൂരിതമായിരുന്നു. കണ്ണുകൾ കാരുണ്യത്താൽ നിറഞ്ഞിരുന്നു. ചുണ്ടുകൾ സ്നേഹം സ്ഫുരിക്കുന്ന വാക്കുകളിലൂടെ സമ്പന്നമായിരുന്നു. മാർട്ടിൻ വിസ്മയഭരിതനായി വീണ്ടും വീണ്ടും ആ മുഖത്തേക്ക് നോക്കി. തൻ്റെ അമ്മ തൻ്റെ ചെറുപ്രായത്തിൽ പറഞ്ഞു തന്ന ആ നസ്രേത്തുകാരനായ ക്രിസ്തുനാഥൻ്റെ തനി രൂപം ആ വയോധികനായ മനുഷ്യനിൽ മാർട്ടിൻ കണ്ടെത്തി. ആ മനുഷ്യൻ മൃദുവായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു: "മകനെ, നീ ചെറിയവർക്ക് ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്." ഇത് പറഞ്ഞ് ആ മനുഷ്യൻ സാവകാശം നടന്ന് അകലുകയും ചെയ്തു. മാർട്ടിൻ താൻ കണ്ടത് സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാതെ തരിച്ചു നിന്നുപോയി. ആ രാത്രി മുഴുവനും മാർട്ടിൻ ക്രിസ്തുനാഥനെക്കുറിച്ച് ചിന്തിച്ച് സമയം ചിലവഴിച്ചു. പ്രഭാതത്തിൽ മാർട്ടിൻ പുതിയ തീരുമാനമെടുത്തു. ഇനിയും പട്ടാള സേവയിൽ നിന്നും മാറി ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനായി ജീവിക്കുവാനും എനിക്ക് സാധിക്കണം. എന്തു ത്യാഗം സഹിച്ചും ദൈവസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സത്യമായ മനുഷ്യത്വത്തിൻ്റെയും പ്രതിരൂപമാകുവാൻ മാർട്ടിൻ ആഗ്രഹിച്ചു. പരിശീലനവും തുടങ്ങി. പിൽക്കാലത്ത് ഫ്രഞ്ച് സൈന്യങ്ങൾ തങ്ങളുടെ കാവൽ പിതാവായി വിശുദ്ധിയുടെ ഗണത്തിലേക്ക് മാർട്ടിനെ ഉൾപ്പെടുത്തി. ഈ മാർട്ടിനാണ് ഫ്രാൻസിൻ്റെ മധ്യസ്ഥ പിതാവായി കാവൽക്കാരനായി പിൽക്കാലത്ത് അറിയപ്പെട്ടത്. പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിക്കും സത്യമായും ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം കാലം തെളിയിക്കുവാനിരിക്കുന്ന പരമസത്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അംഗീകാരം ഒന്നും ലഭിച്ചില്ലായിരിക്കും. എന്നാൽ ഭാവിയിൽ നമ്മുടെ പ്രവൃത്തിയുടെ പ്രതിഫലം പനിനീർ പൂ പോലെ അനുഗ്രഹീതമായി ഉയർന്നു വരും. നല്ല നാളെയിലെ നന്മയ്ക്കായി ഇന്ന് നമുക്ക് നന്മ പ്രവർത്തിക്കാം. ശുഭദിനം. നന്ദി.